കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇനി പുതിയ മുഖം. 5 ലാബുകളടക്കം 7 പദ്ധതികൾ സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഫണ്ട് വിനിയോഗിച്ച് കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച 7 പദ്ധതികളാണ് സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ₹2 കോടി ചെലവിൽ നിർമ്മിച്ച ഹയർ സെക്കൻഡറി IT, ഫിസിക്സ്, ബോട്ടണി, സുവോളജി ലാബുകൾ, വാട്ടർ പ്യൂരിഫയർ, UP വിഭാഗം IT ലാബ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മോഡൽ ഇൻക്ലൂസീവ് പദ്ധതിയിൽ ₹14 ലക്ഷം ചെലവിൽ നിർമ്മിച്ച ഭിന്നശേഷി തെറാപ്പി സെന്റർ എന്നിവയാണ് തുറന്നത്. സമ്മേളനം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അധ്യക്ഷത വഹിച്ചു. നമ്മുടെ വിദ്യാലയത്തിന് ആവശ്യമായ കുറേയേറെ പദ്ധതികളാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ പദ്ധതികളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ജില്ലാ പഞ്ചായത്തിനെയും ഇവിടുത്തെ ഡിവിഷൻ മെമ്പറെയും ഞാൻ ആദ്യമായിട്ട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ ഇന്ന് മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ധാരാളം ലഭിച്ചു. പഴയ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളല്ല ഇന്നത്തെ സ്കൂൾ. കെട്ടിലും മട്ടിലും സൗകര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി. അതിലൊക്കെ തന്നെ വലിയ പങ്ക് ജില്ലാ പഞ്ചായത്തിനുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെ നമ്മളിന്ന് ഏറ്റവും നല്ല സൗകര്യമുള്ള വിദ്യാലയങ്ങളൊന്നായി നമ്മുടെ വിദ്യാലയം ഇതിനകം മാറിക്കഴിഞ്ഞു. ഇനി വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം അതിൻ്റെ ഭാഗമായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ സ്പോർട്സിലും ആർട്സിലുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മികവ് പ്രകടിപ്പിക്കാൻ കഴിയണം. എനിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക് നിലവാരം പുലർത്തുന്നതിൽ നമ്മളേറെ മുന്നിലാണ്, നമ്മളൊട്ടും പുറകിലല്ല. പക്ഷേ അതുപോലെ ഒരു വലിയ മാറ്റം നമ്മൾ അറിയാതെ നടക്കുന്നത് നമ്മുടെ സംസ്ഥാന സ്പോർട്സ് വരുമ്പോൾ നമ്മൾ ഏറെ പിന്നിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 സ്പോർട്സ് മീറ്റിലും പാലക്കാട് ജില്ലയ്ക്ക് തൊട്ടു പുറകിലാണ് നമ്മളുള്ളത്. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികളെ ചേർത്തിയാൽ അവിടെയൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ കുറവാണ് എന്ന് പറയുകയും അവിടെ ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കാൻ പോലും രക്ഷിതാക്കൾ മടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അവിടെ നിന്നൊക്കെ മാറി ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞകാല പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അസൗകര്യങ്ങൾക്കുൾ നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു കാലത്ത് ഈ പ്രദേശത്തെ
പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം. ഇന്ന് അവിടെ നിന്നൊക്കെ മാറി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പണത്തിൻ്റെ 60% പണവും ഞങ്ങൾ ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് മൂന്ന് ബാച്ചിന് ക്ലാസ് റൂമില്ല എന്ന്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമല്ല തൊട്ടടുത്ത വർഷം നമ്മുടെ ജില്ലയിൽ 64 ബാച്ചുകൾ അനുവദിച്ചിരുന്നു. MLA കൂടി കേൾക്കാനാണ്. 64 ബാച്ചാണ് അനുവദിച്ചത്. പക്ഷെ അതൊക്കെ താൽക്കാലിക ബാച്ചാണ്. ആ ബാച്ചുകൾക്ക് കെട്ടിടം ഉണ്ടാക്കിയാൽ ആ പണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ബാച്ച് സ്ഥിരപ്പെടുന്ന മുറക്ക് ജില്ലാ പഞ്ചായത്ത് ആ ബാച്ചുകൾക്ക് ക്ലാസ് റൂം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞങ്ങൾ. പക്ഷെ ബാച്ച് സ്ഥിരപ്പെടുത്താൻ ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K തങ്കമ്മു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ശ്രീജ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ TK ഉമ്മർ, PTA പ്രസിഡന്റ് അഷ്റഫ് കുണ്ടുകാവിൽ, SMC ചെയർമാൻ IT അഷ്റഫ്, വിവിധ പാർട്ടി പ്രതിനിധികളായ N ഉണ്ണീൻകുട്ടി, V ആബിദലി, KK ജെയിംസ്, AK മുഹമ്മദ് കുട്ടി, പ്രിൻസിപ്പൽ K സിദ്ദിഖ്, K രാധിക, PP ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ കയറിയിട്ട് ഏകദേശം 3.5 വർഷം കഴിയാറായി, 4 വർഷമാകാറായി. ഈ കാലയളവിൽ ഏതൊരു ഡിവിഷൻ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ചിട്ടുള്ളതും അത് ഭംഗിയായി നിർവഹിച്ചിട്ടുള്ളതും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മളെ പൊന്നമ്മ ടീച്ചർ പറഞ്ഞതുപോലെ ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥയൊക്കെ അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു മെമ്പറായാലും ഏതൊരു ഭരണസമിതി അംഗങ്ങളായാലും അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാനിവിടെ മെമ്പറായി വരുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളൊക്കെ സന്ദർശിച്ച സമയത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പോരായ്മകളായി കണ്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞ അവിടെ റെഡിയാക്കേണ്ട ഒരു ഷെഡുകളുണ്ടല്ലോ, ആ ഷെഡിലായിരുന്നു നമ്മുടെ ഇന്ന് നമ്മൾ ഫർണിഷ് ചെയ്ത് മാറ്റിയ ലാബുകളെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കരുവാരക്കുണ്ട് സ്കൂളിൻ്റെ ഒരു ഭാഗ്യം എന്ന നിലയ്ക്ക് നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ജോഡി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവുകയും ആ ക്ലാസ് റൂമുകൾ വന്നതുകൊണ്ട് തന്നെ നമുക്കതൊരു ലാബിൻ്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ലാബും നമുക്ക് ഇന്ന് നമ്മളുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അതൊരു നല്ല ലാബാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം കുട്ടികളുടെ പഠനത്തിൽ നമുക്കറിയാം സയൻസ് സബ്ജക്റ്റുകളൊക്കെ തിരഞ്ഞെടുത്ത് ഹയർ സെക്കൻഡറി ലെവലിൽ വരുമ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ കഴിഞ്ഞ വർഷം എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു ഇവിടെ ഒരു നല്ല ലാബില്ല എന്നുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് ഇനി വരുന്ന കുട്ടികൾക്ക് ഇനിയും പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടിയും ഇനി നല്ലൊരു ലാബിന്റെ സംവിധാനങ്ങൾ നമ്മളെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഈ നിമിഷം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 10-30 വർഷക്കാലം മുമ്പ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു ക്ലാസ് റൂമിലാണ്. പിള്ളേരുടെ മുന്നിൽ വെച്ച് തന്നെ അടിച്ചു തല്ലി വീണ ഒരു ചരിത്രം എനിക്കുണ്ട്. എന്റെ മുൻപിൽ നിൽക്കുന്ന ഈ തലയെടുപ്പോടും കൂടി നിൽക്കുന്ന ഈ 3 നില കെട്ടിടവും അതുപോലെ തന്നെ ബാക്കിലുള്ള ഈ കെട്ടിടവും ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഇന്നുണ്ടാകുന്നത്. ഓരോ ദിവസവും ചോരുന്ന ഭാഗങ്ങളിൽ ബക്കറ്റും കൊണ്ടുവച്ചും മണ്ണ് വാരിയിട്ടും പഠിച്ച ഒരു തലമുറ ഈ സ്കൂളിലുണ്ട്. ആ തലമുറയുടെ ബാക്കി പത്രങ്ങളായ മക്കൾക്ക് ആ ചരിത്രങ്ങൾ അറിയില്ല. വളരെ വൃത്തിയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു സ്കൂളാണ് ഇന്ന് കരുവാരക്കുണ്ടിലുണ്ടായിരുന്നത്. എന്നാൽ അവിടേക്ക് നമ്മൾക്ക് ഇല്ലായിരുന്ന ലാബുകളുടെ കുറവ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് നമ്മൾക്ക് ആ കുറവ് പരിഹരിച്ചു തന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തെറാപ്പി റൂമിന്റെ പരിഹാരവും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകരും കൂലിത്തൊഴിലാളികളും മായ മക്കൾ പഠിക്കുന്ന അവർക്കുള്ള ഏക ആശ്രയമാണ് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകദേശം 4000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിനെ പടിപടിയായി സ്വകാര്യ വിദ്യാലയങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ജില്ലാ പഞ്ചായത്ത് എടുത്ത ഈ ഒരു എഫേർട്ടിനെ
ആദ്യമായി ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ഈ നാട്ടുകാരുടെ സ്കൂളിന്റെയും പേരിൽ പ്രത്യേകം അഭിനന്ദനം ഞങ്ങൾ അറിയിക്കുകയാണ്. സർക്കാർ വിദ്യാലയങ്ങളെല്ലാം പലപ്പോഴും പല കാര്യങ്ങളെ കൊണ്ടും പിറകോട്ട് പോയിരുന്ന ഒരു കാലത്ത് ഇന്ന് കരുവാരക്കുണ്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾ എടുത്താലും അതിലൊരു പടി മുന്നോട്ടാണ് ഇന്ന് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ ലാബുകളുടെ പൂർണ്ണമായിട്ട് ഏതെങ്കിലും ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അത് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമായിരിക്കും എന്നത് ഈ വണ്ടൂർ ഉപജില്ലയിൽ നിന്ന് ഞാൻ പറയാണ്. എല്ലാ ലാബുകളും ഹയർ സെക്കൻഡറി പൂർണ്ണ, സയൻസ് ലാബുകൾ മുഴുവനായി, കമ്പ്യൂട്ടർ ലാബുകൾ മുഴുവനായി, ഇതേപോലെ മുഴുവൻ എല്ലാ ലാബുകളും സജ്ജീകരിച്ച മറ്റൊരു സ്കൂൾ നമ്മുടെ ചുറ്റുപാടത്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല എന്ന് എനിക്ക് എന്റെ അഭിപ്രായം. പ്രബിൻ കെ സമ്പൂർണ്ണ A+ ജേതാക്കൾക്ക് ഉപകാരങ്ങളും നൽകി. ഈ ഓർഡറിൽ വരികയാണെങ്കിൽ അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബീസ്മാർട്ട് അബാക്കസ് 9447164411.